കോട്ടയത്ത് യുവതിയും യുവാവും ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ വാരിശ്ശേരി സ്വദേശിനി ആസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് വിവരം. വീട്ടുകാർ വിവാഹത്തെ എതിർത്തതാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കി ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇതെപ്പോഴാണ് ഈ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഈ ആത്മഹത്യക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ വിവാഹത്തെ വീട്ടുകാർ എതിർത്തതാണോ ഈ രണ്ടുപേരും ജീവനൊടുക്കാനുള്ള കാരണം? ടോം, ഇപ്പോഴുള്ള നിഗമനം അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അതായത് മിനിയാന്നാണ് ഇവർ ഈ ശാസ്ത്ര റോഡിലുള്ള ഹോട്ടലിൽ മുറിയെടുത്തത്. ഈ മുറിയെടുത്ത ശേഷം പിന്നീട് ഇവരെ പുറത്തേക്ക് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം ഈ ഹോട്ടൽ ജീവനക്കാർ വിളിച്ചപ്പോൾ ഈ മുറി തുറന്നില്ല. ഇതിനെ തുടർന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി റൂം തുറക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആദ്യഘട്ടത്തിൽ അതിന് കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ മുറി തുറന്നത്. അപ്പോഴാണ് ഇരുവരും ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഒരു സൂയിസൈഡ് നോട്ടും അവിടെ നിന്ന് കണ്ടെത്തുകയുണ്ട്. ഇതിലാണ് ഈ മറ്റു വിവരങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഈ വിവാഹം സമ്മതിക്കാതെ വന്നതോടുകൂടിയാണ്, വീട്ടുകാർ സമ്മതിക്കാതെ വന്നതോടെയാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നതാണ് വിവരം. നേരത്തെയും ഇരുവരും ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ മാറി താമസിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ പിന്നാലെ വീട്ടുകാർ പോയി ഇവരെ തിരികെ എത്തിക്കുകയായിരുന്നു. വീണ്ടും ഇവരുടെ പ്രണയം തുടർന്നു. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ച് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് ഇതോടുകൂടിയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടുപേരുമാണ് എന്ന വിവരം ലഭിക്കുന്നത്. ഇവർ കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു, അതിതീവ്രമായ പ്രണയത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നതോടെ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുകയാണ് ഇരുവരും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ആത്മഹത്യാക്കുറിപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് കൊണ്ട് മറ്റ് ദുരൂഹതയില്ലെന്ന് പോലീസ് തന്നെ കരുതുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം, ഭീഷണി അങ്ങനെ മറ്റോ ഇവർക്ക് മേലുണ്ടായിരുന്നോ? ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ടോം. പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ ആൺകുട്ടിക്ക് ഏതാണ്ട് 22 വയസ്സും. ഈ പെൺകുട്ടിയെ ആസിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഏതാണ്ട് മിനിയാന്നാണ് പരാതി നൽകിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗാന്ധിനഗർ പോലീസിനായിരുന്നു പരാതി നൽകിയത്. തുടർന്ന് പരിശോധന നടത്തുന്നു, പക്ഷേ കിട്ടുന്നില്ല. അതായത് ഈ വീട്ടുകാരുടെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നേരത്തെയും ഇരുവരും ഒരുമിച്ച് താമസിക്കാനുള്ള ശ്രമം നടത്തി. രണ്ട് വീടുകളിൽ നിന്നും നന്ദകുമാറും ആസിയയും ഇറങ്ങുന്നു, മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് വീട്ടുകാർ ഇടപെട്ട് ഇവരെ തിരികെ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ കൊണ്ടുവന്നെങ്കിലും വീട്ടുകാരുടെ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. വിവാഹം കഴിച്ച് നൽകണം എന്ന തരത്തിലുള്ള നീക്കങ്ങളും മറ്റും നടന്നെങ്കിൽ പോലും അതിനൊന്നും വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിലും ഇത് സംബന്ധിച്ചുള്ള വിവരം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വെസ്റ്റ് പോലീസാണ് ഇന്ന് രാവിലെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇതിൽ ഇൻക്വസ്റ്റിൽ മറ്റസ്വാഭാവികമായ ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ ഹോട്ടൽ മുറിയിലാണ് യുവതിയെയും യുവാവിനെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ വിവാഹത്തെ എതിർത്തതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.